ഡിസംബർ 17 17-ാം ദിനം. ഭയപ്പെടേണ്ട. വചനം: ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. ലൂക്ക 2:10. വിചിന്തനം: നമ്മുടെ ജീവിതത്തിൽ നമ്മെ നിരന്തരം വേട്ടയാടുന്ന ഒരു ശത്രുവാണ് ഭയം. ഭയത്തെ അതിജീവിക്കുക എന്നത് ജീവിതത്തിൽ വിജയങ്ങൾ കൊയ്യാനും സ്നേഹത്തിൽ വളരാനും അനിവാര്യമാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ ആഹ്വാനം ഇവിടെ പ്രസക്തമാണ്. സ്നേഹത്തിൽ ഭയത്തിനിടമില്ല. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. യോഹന്നാൻ 4:18. രക്ഷിക്കാനായി, മനുഷ്യനെ വിജയിപ്പിക്കാനായി ഭൂമിയിൽ അവതരിച്ചവനെ ജനനത്തിരുനാളിന് ഒരുങ്ങുമ്പോൾ അവിടെ ഭയത്തിന് സ്ഥാനമില്ല. ഭയമില്ലാതെ മാനവ മക്കൾക്ക് സമീപിക്കാനാവുന്ന ദൈവമാണ് പുൽക്കൂട്ടിലെ ഉണ്ണിമിശിഹ. ഈ ആഗമനകാലത്ത് നമ്മൾ സ്നേഹത്തിൽ വളർന്നാൽ ഭയം അപ്രത്യക്ഷമാവുകയും രക്ഷ അനുഭവവേദ്യമാവുകയും ചെയ്യും. പ്രാർത്ഥന: സ്വർഗീയ പിതാവേ, ഓരോ ദിവസവും ഭയപ്പെടേണ്ട എന്ന് തിരുവചനത്തിലൂടെ നീ ഞങ്ങളോട് അരുളി ചെയ്യുന്നു. നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഭയം അകലുകയും സ്നേഹം ഞങ്ങളിൽ നിറയുകയും ചെയ്യുമല്ലോ. നിന്റെ പ്രിയപുത്രൻ്റെ ജനനം സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഭവമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്നേക്കും ആമേൻ. സുകൃത ജപം: ഉണ്ണീശോയെ, എൻ്റെ സ്നേഹമായിരിക്കണമേ. ഉണ്ണീശോയെ, എൻ്റെ സ്നേഹമായിരിക്കണമേ. ഉണ്ണീശോയെ, എൻ്റെ സ്നേഹമായിരിക്കണമേ. ഡിസംബർ 17 17-ാം ദിനം. ഭയപ്പെടേണ്ട. വചനം: ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. ലൂക്ക 2:10. വിചിന്തനം: നമ്മുടെ ജീവിതത്തിൽ നമ്മെ നിരന്തരം വേട്ടയാടുന്ന ഒരു ശത്രുവാണ് ഭയം. ഭയത്തെ അതിജീവിക്കുക എന്നത് ജീവിതത്തിൽ വിജയങ്ങൾ കൊയ്യാനും സ്നേഹത്തിൽ വളരാനും അനിവാര്യമാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ ആഹ്വാനം ഇവിടെ പ്രസക്തമാണ്. സ്നേഹത്തിൽ ഭയത്തിനിടമില്ല. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. യോഹന്നാൻ 4:18. രക്ഷിക്കാനായി, മനുഷ്യനെ വിജയിപ്പിക്കാനായി ഭൂമിയിൽ അവതരിച്ചവനെ ജനനത്തിരുനാളിന് ഒരുങ്ങുമ്പോൾ അവിടെ ഭയത്തിന് സ്ഥാനമില്ല. ഭയമില്ലാതെ മാനവ മക്കൾക്ക് സമീപിക്കാനാവുന്ന ദൈവമാണ് പുൽക്കൂട്ടിലെ ഉണ്ണിമിശിഹ. ഈ ആഗമനകാലത്ത് നമ്മൾ സ്നേഹത്തിൽ വളർന്നാൽ ഭയം അപ്രത്യക്ഷമാവുകയും രക്ഷ അനുഭവവേദ്യമാവുകയും ചെയ്യും. പ്രാർത്ഥന: സ്വർഗീയ പിതാവേ, ഓരോ ദിവസവും ഭയപ്പെടേണ്ട എന്ന് തിരുവചനത്തിലൂടെ നീ ഞങ്ങളോട് അരുളി ചെയ്യുന്നു. നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഭയം അകലുകയും സ്നേഹം ഞങ്ങളിൽ നിറയുകയും ചെയ്യുമല്ലോ. നിന്റെ പ്രിയപുത്രൻ്റെ ജനനം സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഭവമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്നേക്കും ആമേൻ.
സുഹൃത ജപം. ഉണ്ണീശോയെ എൻ്റെ സ്നേഹമായിരിക്കണമേ. ഉണ്ണീശോയെ എൻ്റെ സ്നേഹമായിരിക്കണമേ. ഉണ്ണീശോയെ എൻ്റെ സ്നേഹമായിരിക്കണമേ.